പ്ലാറ്റ്ഫോം 2 ആണെന്ന് പറഞ്ഞിട്ട് എന്താ ബ്രോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ബ്രോ അല്ല മോളെ, ചേട്ടാന്ന് വിളിക്ക്. Shut up! ഏയ്, See, I'll call the police. ഇവിടെ നിന്നോണ്ട് നിലവിളിച്ചാലേ സ്റ്റേഷൻ പോലീസിന് പോലും കേക്കത്തില്ല. എടാ പിടിക്കണം. Leave! Mama! Mama! എടീ, എടാ ഇവിടെ അധികം നേരം നിൽക്കാൻ പാടില്ല. വേഗം ഇവളെ ഇവിടുന്ന് മാറ്റണം. അണ്ണാ, ഇവിടെ നമുക്ക് നമ്മുടെ താവളത്തിലേക്ക് കൊണ്ടുപോയാലോ? അത് ശരിയാടാ. പ്ലീസ് എന്നെ വിട്ടേക്ക്. നിങ്ങൾക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. പ്ലീസ് എന്നെ വിട്. എന്നെ ഒന്നും ചെയ്യരുത്. ഞങ്ങള് കാശല്ല ചോദിച്ചത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്റെ ചെയിനാണോ അതോ വാച്ചോ? എല്ലാം ഞാൻ തരാം. പ്ലീസ് എന്നെ വിട്ടേക്ക്. പ്ലീസ്. ഞങ്ങളൊന്നും കള്ളന്മാരല്ല. ഞങ്ങൾക്ക് വേണ്ടത് വേറെയാടി. നിങ്ങൾ എന്താ വേണ്ടത് വെച്ച് ചോദിക്കാൻ ഞാൻ തരാം. പ്ലീസ് എന്നെ ഒന്ന് വിട്ടേക്ക്. ഇവിടെ വെച്ചല്ല, ഞങ്ങളുടെ താവളത്തിലോട്ട് പോയിട്ട് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ ചോദിച്ചോളാം. അതോരോന്നും നീ തരുമ്പോഴേക്കും നേരം വെളുക്കൂടി. പിന്നീട് തന്നെ വിട്ടേക്കാം. എനിക്ക് കൊച്ചിലേക്ക് പോണം. പ്ലീസ് എന്നെ വിട്ടേക്ക്. വലിച്ചോണ്ട് പാടാ ഇവിടെ. ഡേയ്, നടക്കട്ടെ, നടക്ക. ഹലോ രാജേട്ടാ, ഞങ്ങളുടെ രാജലക്ഷ്മി അങ്ങോട്ടെങ്ങാനും വന്നിരുന്നോ? ആ, ഒന്നുമില്ല, ഒരു ബുക്ക് വാങ്ങാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അവിടെ ഇല്ലെങ്കിൽ തീർച്ചയായും സരസ്വതി ടീച്ചറിന്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും. ഒന്ന് വിളിച്ചു നോക്കട്ടെ. നാട്ടുകാരറിയാതെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത്. ആ, അതെന്തായാലും കൊള്ളാം. ഈ ഒരു രാത്രി മാത്രം ഒളിപ്പിച്ചു വെച്ചാ മതിയോ? നേരം വെളുത്തു കഴിഞ്ഞാ ഇങ്ങനെ തന്നെ തുടരാൻ പറ്റുമോ? മുട്ടയെന്ന് വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന കോഴിക്കുഞ്ഞിനെ പോലെ രഘുരാമന്റെ മകൾ ഇതുവരെ വീട്ടിലെത്തിയില്ലേ എന്നുള്ള വാർത്ത നാട് മുഴുവനും പാട്ടാവും. എന്റെ ഏട്ടൻ മാനം പോയ ജീവിക്കൂ. ഇപ്പൊ തന്നെ വീട്ടിലില്ല, എങ്ങോട്ടോ പോയി. ജനങ്ങൾ കണ്ടതൊക്കെ പറഞ്ഞു തുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ അവരുടെ വായടയ്ക്കാൻ പറ്റില്ല. ഇതിനൊക്കെ കാരണം ആ അമേരിക്കക്കാരിയാ. നല്ലവളെ പോലെ അഭിനയിച്ച് നമ്മളെയൊക്കെ പറഞ്ഞു പറ്റിക്കായിരുന്നു അവള്. ജാനകി അവളെ കണ്ണു അടച്ച് വിശ്വസിച്ചു. ഇപ്പൊ പറ്റിച്ചില്ലേ? ആരെ വിളിച്ചിട്ടും അവളെ പറ്റി ഒരു വിവരവും കിട്ടുന്നില്ല അമ്മേ. ഇപ്പൊ വല്യമ്മേനെ കാണാനില്ല അച്ഛാ. വീണ്ടും ഇത് എവിടെ പോയതായിരിക്കും? അന്ന് അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി ശിവന് ജലധാരയൊക്കെ നടത്തി. ഇപ്പൊ ആദ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവതിക്ക് പാലഭിഷേകം നടത്താൻ പോയി കാണും. എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? ആഹാ, പിന്നല്ലാതെ ഈ സമയത്ത് ഇത് എവിടെ പോവാനാ? ഇപ്പൊ കാണാതെ ആയത് ചേച്ചിയുടെ മോളൊന്നും അല്ലല്ലോ ആ, അല്ലേ? എനിക്ക് പെൺമക്കളില്ല, ശരിയാ. ഉള്ളത് ഒരേ ഒരു മോനാ. ആരെതിലെ വേണേലും പോട്ടെ, എന്റെ പേരക്കുട്ടി രാജലക്ഷ്മി ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നാ മതി. ഷോ, നീ ഇത് എവിടെയുള്ള രാജലക്ഷ്മി? നീ എവിടെയൊക്കെ പോയി ആദ്യേ? നീ ഇവിടേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാനിവിടെ കാത്തിരിക്കാം. എല്ലാവരും വീട്ടിലേക്ക് പോയി. നീ വന്നില്ലെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. വേഗം വാ ആദ്യേ. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്.
അച്ഛാ. ആദ്യം എവിടെ പോയി മോളെ? എവിടെയൊക്കെ പോയെന്ന് അറിയില്ല. പാവള് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ വന്നത്? ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് ആരതി കാണിക്കുന്നവരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അച്ഛാ. ആരതി കാണിക്കുമ്പോ കണ്ണടച്ചിട്ട് ദേവിയെ തൊഴാൻ പറഞ്ഞു. പിന്നീട് നീ കണ്ണു തുറന്ന് നോക്കിയപ്പോ അവളില്ല. അതെ അച്ഛാ, ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കാണാതായി. കാണാതെ ആയതല്ല, രക്ഷപ്പെട്ടു പോയതാ. അച്ഛാ, അവൾക്ക് ഈ നാട്ടിലെ വഴിയൊന്നും അറിയില്ലല്ലോ. അവള് പാവാണ് അച്ഛാ. എവിടെയോ വെച്ച് കാണാതായതാ, അല്ലാതെ വേറൊന്നല്ല അച്ഛാ. നിന്റെ നിഷ്കളങ്കത അവള് ദുരുപയോഗം ചെയ്ത് അവൾ അവളുടെ വഴിക്ക് പോയതായിരിക്കും മോളെ. അച്ഛാ, കുറച്ചു നേരം മുമ്പ് വരെയൊക്കെ അവളിവിടെ ഉണ്ടായിരുന്നു. എന്റെ പേഴ്സ് കാണാതായതുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചു വന്നതാ. അതൊന്നും സാരമില്ല മോളെ. Please, leave me. Please, leave me. Please, help. Please, leave me. എന്നെ വിട്ടേക്ക്. Please. Please. Please, എന്നെ വിട്ടേക്ക്. എന്നെ വിട്ടേക്ക്. Please leave me. മോളെ ആദ്യം ഫോൺ എടുത്തിട്ട് അച്ഛനോട് ദേഷ്യമില്ലെന്ന് പറ മോളെ. Daddy, Daddy, Daddy. ഡേയ്, ഇങ്ങോട്ട് താടി. എന്റെ ഫോൺ ഇങ്ങ് താ. എന്റെ ഫോൺ ഇങ്ങ് താ. എന്താ ഫോണ് കട്ട് ചെയ്ത്? ഫോൺ എടുത്തിട്ട് ഇവിടെ ഉണ്ടെന്ന് അഡ്രസ് പറയാനല്ലേ? അപ്പോഴാണല്ലോ റിങ് ആയത്. അപ്പോഴത്തേക്ക് സ്വിച്ച് ഓഫ് ആയല്ലോ. ഈ ഡാഡിയോട് ഇപ്പോഴും മോക്ക് ദേഷ്യമാണല്ലേ? എടേ, എന്നെ വിട്ടേക്ക്. Please, I beg you. എന്നെ വെറുതെ വിടണം, please. ഡാ, ഇവള് സെന്റിമെന്റ് ഡയലോഗ് ഒക്കെ ഇറക്കി നമ്മളെ പറ്റിക്കാൻ നോക്കുന്ന കണ്ടില്ലേ? നിക്കടേ. ഇവള് കാറിയാലും ശബ്ദം കേൾക്കരുത്. തുണി വെക്കടാ. പിടിക്കടാ. പൊട്ടി പൊട്ടി കരയണമെന്നുണ്ട്. നിങ്ങൾക്കോ? ഞാൻ എന്തിനാണ് കരയുന്നത്? അപ്പൊ ചുമ്മാ ഇരിക്കും. ഞാൻ രാജലക്ഷ്മിയെ കുറിച്ച് പറയുമായിരുന്നു. പാവം, കുടിക്കാൻ കുറച്ച് വെള്ളമെങ്കിലും അവക്ക് കൊടുത്തൂടെ? ഇത്രയും നേരം നദിക്കരയിലായിരുന്നില്ലേ? ദാഹിക്കേണ്ട കാര്യമില്ലല്ലോ. അവള് പുറത്തേക്ക് പോയത് ആദ്യയുടെ കൂടെ അല്ലായിരുന്നോ? ജ്യൂസ് എന്തെങ്കിലും കുടിച്ചു കാണുമായിരിക്കും. ഇന്ന് വരെ ഉപ്പിട്ട നാരങ്ങ വെള്ളം അല്ലാതെ കൂൾ ഡ്രിങ്ക്സ് വല്ലതും നമ്മൾ ആരേലും കുടിച്ചിട്ടുണ്ടോ? അളിയ, ഒരു മിനിറ്റ്. ചേട്ടാ, രാജലക്ഷ്മിയെ ചേട്ടൻ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോ ആദ്യം ആരാ കൂട്ടിക്കൊണ്ടുവരിക?
രഘുവിനോട് വീണ്ടും പോവാൻ പറയാണോ നീ? ആ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കുഞ്ഞ് തിരിച്ച് വീടെത്തി. അതെ, അധികം നാട്ടുകാരൊക്കെ അറിയുന്നതിന് മുൻപ് രാജലക്ഷ്മിയെ ഏട്ടൻ എങ്ങ് കൂട്ടിക്കൊണ്ടുവന്നു. ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയല്ലേ പോയത്? ആ, 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 അത് പിന്നെ അവള് കാണാതെ പോയാ എന്തേ പറഞ്ഞു വിട്ടോ അവളെ? അല്ലെങ്കിൽ ഓടിപ്പോയോന്നൊക്കെ ജനങ്ങള് വായിത്തോന്നൊക്കെ വിളിച്ചു പറയൂലേ? ഇത് എനിക്ക് മാത്രം തോന്നിയ സംശയമാണ് കേട്ടോ. അത് തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അളിയും പറഞ്ഞതിലും കാര്യമുണ്ട്. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ നമ്മളെ കൊണ്ടുപോയി വിടണം. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോവാൻ പാടില്ല. ആദ്യം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇതിനൊക്കെ സമാധാനം പറയേണ്ട ജാനകി എവിടെ പോയിരിക്കുക? അനുജത്തിയുടെ മോൾ എവിടെയോ തെണ്ടി നടക്കുക. ആ പെണ്ണിനെ അന്വേഷിച്ച് ഈ വീട്ടിലെ മൂത്ത മരുമോള് അസമയത്ത് ഇറങ്ങി പോയിരിക്കുക. ആദ്യേ മോളെ, ആദ്യ, ആദ്യേ, ആദ്യേ. ആദ്യേ, ആദ്യേ. പിടിക്കടാ. ആദ്യേ മോളെ. അണ്ണാ, ബോധം പോയെന്നാ തോന്നുന്നത്. ബോധം പോയ ഒരു സുഖം ഉണ്ടാവില്ലടാ. അതുകൊണ്ട് എഴുന്നേപ്പിക്കാൻ നോക്കടാ. എണീക്ക്, എണീക്കാൻ, എണീക്ക്. ആദ്യേ, 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 ആദ്യ, ആദ്യേ, ആദ്യേ. ആരോ ഇവിളി അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ടെങ്ങനെ വലിച്ചോണ്ട് പോകും. അല്ലേ, വേഗം ഔട്ടറാ. ആദ്യേ. വേഗം ഔട്ടറാ. കൊണ്ടുവാ, വേഗം കൊണ്ടുവാ. ആദ്യേ, ആദ്യേ, കൊണ്ടുവാടാ. ആദ്യേ. ആദ്യേ. നിക്ക്. അയ്യോ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എന്റെ മോളെ വിട്ടേക്ക്, ഞാൻ കാല് പിടിക്കാം. അയ്യോ, അയ്യോ, അവളെ ഒന്നും ചെയ്യില്ല, വിട്ടേക്ക്. അയ്യോ, ഞാൻ കാല് പിടിച്ചപേക്ഷിക്കുക. ഇടേ, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. ഇത് ഞാൻ പറയുന്ന കേക്ക്. എന്റെ മോളെ ഒന്നും ചെയ്യരുത്, അവള് കൊച്ചുകുട്ടിയാ. അത് ശരി,
നിന്റെ മോളാണോ ഇവള്? എടാ, അമ്മായിയമ്മ കരയുന്ന കണ്ടില്ലേ? അവളെ വിട്ടേക്ക്, ഒന്നും ചെയ്യരുത്. ഞാൻ കേണപേക്ഷിക്കാം. വിട്ടേക്കാം അല്ലേ? അയ്യോ വേണ്ട, അവളെ വിട്ടേക്ക്. അമ്മായിയമ്മ വിടണോ അതോ ഈ പെൺകുട്ടിയെ വിടണോ? ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കരുത്. അവരെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല മക്കളെ. ഞാൻ കേണപേക്ഷിക്കുക. ദയവേത് അവളെ വിട്ടേക്ക്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അവളെ ഒന്നും ചെയ്യരുത്. വിട്ടേക്ക്, വിട്ടേക്ക് മക്കളെ. ഇവന്മാരെ വിട്ടാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. കത്തി എടുത്ത് കാണിച്ചു കൊടുക്കടാ. വേണ്ട, ഒന്നും ചെയ്യരുതേ മക്കളെ, ഒന്നും ചെയ്യരുത്. വേണ്ട മോനെ, മോനെ അവളെ വിട്ടേക്ക് മക്കളെ. ഏയ്, ഇങ്ങനെ കാറിക്കൊണ്ടിരുന്നാലേ ആദ്യം നിന്നെയും കൊല്ലും, പിന്നെ നിന്റെ മോളെയും കൊല്ലും. മനസ്സിലായോ? അയ്യോ, മോനെ 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 വേണ്ട, വേണ്ട, വേണ്ട. നിങ്ങക്ക് വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോ. എന്റെ മോളെ വിട്ടേക്ക്. അവളെ ഒന്നും ചെയ്യരുത്. വേണ്ട, വേണ്ട മക്കളെ, അവളെ വിട്ടേക്ക്. അവളെ എന്റെ വിട്ടേക്ക്. ജീവൻ ആർക്ക് വേണ്ടോടി? മാറിപ്പോടി തള്ളേ. വേണ്ട മോനെ, നിങ്ങൾക്കും അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. വിട്ടേക്ക്, വിട്ടേക്ക് മക്കളെ. പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. വലിച്ചോണ്ട് പാടാ. നിങ്ങളോട് വിശ്വാസമുള്ളതുകൊണ്ട് പറയാ കൃഷ്ണകുമാറെ, ആ പെൺകുട്ടി എവിടെയാണെന്നൊന്ന് കണ്ടുപിടിച്ചു തരണം. ഞാൻ നിങ്ങളോട് ചോദിച്ചതും നിങ്ങൾ എന്നെ സഹായിച്ചതും പുറത്താരും അറിയാൻ പാടില്ല. നിങ്ങളുടെ അനിയനും വണ്ടി എടുത്തിട്ട് അന്വേഷിക്കാൻ പോയിരിക്കുക ഏട്ടാ. എപ്പോ വേണമെങ്കിലും നല്ലൊരു വാർത്ത കിട്ടുമായിരിക്കും. അത്രയും നേരം വിശന്നിരിക്കണോ? വന്ന് കഴിക്കൂ ഏട്ടാ. ഏട്ടത്തി വിളമ്പി തന്നാലേ കഴിക്കുള്ളെങ്കിൽ ഇന്ന് പട്ടിണി കിടക്കേണ്ടി വരും. പത്മേ, ഭക്ഷണം ചൂടാറുന്നതിന് മുമ്പ് കഴിക്കാൻ നീ പറയുന്നു. കുടുംബത്തിന്റെ മാനം പോകുന്നുള്ള പേടിയിൽ രക്തം തിളയ്ക്കുമ്പോ ആർക്കെങ്കിലും വിശക്കോ? ദേഷ്യപ്പെടാതെ മോനെ രഘു. നിന്റെ അനുജത്തി നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചതാ. ആ അമേരിക്കക്കാരിയുടെ കാര്യം വിട്. ഈ ജാനകി ഇതെങ്ങോട്ടാ പോയത്? ഈ ശിവരാമനും ഇതുവരെ വന്നില്ലല്ലോ. ഒരു ഉത്തരവാദിത്വം ഇല്ല. നമ്മൾ ഇവിടെ കിടന്ന് തീ തിന്നുക. നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ അമ്മേ. മാനവും മര്യാദയൊക്കെ നമ്മൾ നോയിക്കൊണ്ടിരുന്ന നമ്മുടെ വെപ്രാളം പിന്നീട് പേടിയായി മാറൂലേ? അതുകൊണ്ട് പോലീസിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുത്താ ഏട്ടാ, നിങ്ങൾ ആവശ്യമില്ലാതെ. ഇത് ആവശ്യമുള്ളതാണ് പാർവതി. ഒരു അരമണിക്കൂറോടെ നോക്കിയിട്ട് അളിയൻ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാം. പറയൂ കൃഷ്ണകുമാറെ. രഘുരാം, ഞാൻ കിഷോറാണ്. പറഞ്ഞോളൂ കിഷോറെ. സോറി,
ഈ സമയത്ത് ഫോൺ ചെയ്ത് ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുവാണ്. എന്റെ മോളോട് സംസാരിക്കണമെന്ന് തോന്നിയോണ്ടാ. അവളെ വിളിച്ചപ്പോ ആദ്യം റിംഗ് ആയി, പിന്നീട് സ്വിച്ച് ഓഫ് എന്ന് വരുന്നു. ഒന്ന് അവളെ വിളിച്ചു തരാവോ പ്ലീസ്? ഹലോ ഹലോ രഘുരാം, അറിയുന്നേ? എന്താടാ? ആദ്യയോടൊപ്പം സംസാരിക്കാൻ വേണ്ടി വിളിച്ചത്.